മാത്രമാണ് ഖുതുബ ഓതിയത്. എന്നാൽ അങ്ങനെ ഓതി എന്നത് എല്ലാ ചരിത്രകാരന്മാരും ഉറപ്പ് പറഞ്ഞാണെങ്കിൽ അയാൾ പറഞ്ഞു അതിന് വ്യക്തമായ തെളിവില്ല. ആദ്യം എന്നിട്ട് അയാൾ പറഞ്ഞു ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്തത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ചെയ്തതും ദീനിൽ തെളിവല്ല. പച്ച മലയാളത്തിലേക്ക് കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല. ഇവർക്ക് പിന്നെ ഖുർആൻ സുന്നത്ത് എന്ന് പറയാൻ അവകാശം. ഈ സ്വഹാബത്ത് ഓതി തന്നതും എഴുതി തന്നതായ ഖുർആൻ അല്ലാത്ത വേറെ ഏത് ഖുർആൻ നമ്മൾ എടുത്തുള്ളത്? ഈ സ്വഹാബത്ത് പറയാത്ത ഏത് ഹദീസ നമ്മൾ എടുത്തുള്ളത്? ഏതൊരു ഹദീസും നേരെ ചെല്ലുന്നത് സ്വഹാബിയിലേക്കല്ലേ? ആ സ്വഹാബത്തിനെ വിശ്വാസത്തിലെടുക്കാതെ അവര് കള്ളം പറയുന്നവരാണ് എന്ന് തെറ്റുദ്ധരിച്ചാൽ സഹോദരന്മാരെ പ്രമാണം പിന്നെ നമുക്ക് വേറല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവരെ വാദാണ്. അതേപോലെ തന്നെ അവരെ ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ ഒന്നായ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരുള്ള പുസ്തകത്തിൽ MI സുല്ലമി അദ്ദേഹം അതിൽ എഴുതി വെച്ചു. എന്താണ് എഴുതിയത്? സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം, അവരെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കാറുണ്ടെങ്കിലും അതൊന്നും ദീനിൽ തെളിവായി നമ്മൾ സ്വീകരിക്കാറില്ല. എന്നിട്ട് അയാൾ പറയാ ഗൾഫ് സലഫികൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പമല്ല. അവരെന്ത് ചെയ്യും? സ്വഹാബത്തിന്റെ കൂടി നിഗമനങ്ങളെ അഭിപ്രായങ്ങളെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഹറമിൽ ഇപ്പോഴും ചെന്നാൽ ജുമഅക്ക് 2 ബാങ്ക് കൊടുക്കുന്നത്. നമ്മളെ കേരളത്തിലെ പള്ളികളിൽ നമ്മൾ 1 ബാങ്ക് മാത്രം കൊടുക്കുന്നത് സ്വഹാബത്തിന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഹറമില് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 20 റക്അത്ത് തറാവീഹ് ഇപ്പോഴും നിർവഹിച്ചു വരുന്നത് അവര് സ്വഹാബത്തിന് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. നമ്മളത് സ്വീകരിക്കാത്തത് സ്വഹാബത്തിന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അയാൾ കൃത്യമായി എഴുതാൻ. ഗൾഫിലെ സലഫികൾ നമ്മളെ മാതിരിയല്ല. അവർ സ്വഹാബത്തിന് അംഗീകരിക്കും, നമ്മളത് അംഗീകരിക്കൂല. ഇതാണ് അവരെ. 1952 അവരെ മുഖപത്രമായ അൽമനാറിൽ വളരെ കൃത്യമായി എഴുതി വെച്ചു പി മുഹമ്മദ് കുട്ടശ്ശേരി. എന്താണ് അയാൾ എഴുതിയത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ നേതാക്കന്മാരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖലീഫമാരെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ഒരുക്കി കൊടുത്ത വേദിയിലൂടെയാണ് ഇസ്രായേലി കള്ളക്കഥകൾ ഇസ്ലാമിലേക്ക് കടന്നുകൂടിയത്. ആ ഇസ്രായേലി കള്ളക്കഥ പ്രചരിപ്പിച്ച സ്വഹാബി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിലാണെന്ന് സൂചന നൽകി സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം മഹാനെപ്പറ്റി. ആ മഹാനാണത്ര ഈ കള്ളക്കഥ കൂടുതൽ ഉദ്ധരിച്ചത്. എന്നാൽ ആ കൂട്ടത്തിൽ കഅബ് മുനബ്ബഹ് എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കള്ളക്കഥ പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹത്തിൽ നിന്ന് ആ കള്ളക്കഥ ഇസ്ലാമിലേക്ക് കൂടുതൽ ഉദ്ധരിച്ചത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മുഹദ്ദിസുകളിൽ 1ാം സ്ഥാനം അർഹിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് എന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അയാൾ അതിൽ എഴുതി വെച്ചത്. എന്നിട്ട് ഇപ്പൊ 50 കൊല്ലം കഴിഞ്ഞ് 60 കൊല്ലത്തോളായപ്പോ മാപ്പ് പറയാ. അതൊരു തെറ്റായിപ്പോയി. അത് വിശ്വസിച്ച് മരിച്ചുപോയ ആളുകളെ സ്ഥിതി എന്താണ്? മലയാളത്തിൽ എഴുതി വെച്ചത് ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഇസ്രായേലി കള്ളക്കഥ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയവരാണ്. ഇങ്ങനെ സ്വഹാബത്തിനെ കുറിച്ച് ധാരണ ഉള്ളവരാണെങ്കിൽ ഈ സ്വഹാബത്ത് എഴുതി തന്ന ഖുർആൻ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലല്ലേ മുസ്തഫ എഴുതി തന്നത്? ഖുർആൻ എഴുതി. ഈ സ്വഹാബത്തല്ലേ നബി തങ്ങളെ ഹദീസ് പഠിപ്പിച്ചു. അവരെ കുറിച്ച് ഈ തരത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ഖുർആനും സുന്നത്തും അത് പറയാൻ അവകാശമുണ്ടോ നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, ഈ ഉമ്മത്തിൽ വിഭാഗീയത വരുമ്പോ എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആ സ്വഹാബത്തിന്റെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളൊക്കെ അഹ്ലുസുന്നയുടെ അഇമ്മത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സുന്നത്തിയമാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഖുർആനിന്റെ ആശയങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതിനെ അനുകരിക്കലാണ്. അതാണ് സുന്നത്തിയമാഅത്ത്.
നമ്മളെ ഏത് കാര്യത്തിനും നബിയും സ്വഹാബത്തും നമുക്ക് രേഖയാ. ഇന്ന് തർക്കത്തിലിരിക്കുന്ന ചെറിയൊരു കാര്യം ഞാൻ ഉദാഹരണമായി പറയാം. അതെന്താണ്? അത് നമ്മൾ മഹാന്മാരെ ആദരിക്കുക, മഹാന്മാരോടുള്ള ആദരവ് കാണിക്കുക. ആ ആദരവ് അള്ളാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചതാണെന്ന്. അങ്ങനെ അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചാൽ അതിന്റേതായ നന്മ നമുക്ക് കിട്ടുമെന്നും അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നു. ആദരിക്കേണ്ടവരെ നിന്ദിച്ചാൽ അതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. ഇതല്ലേ ഇബ്ലീസിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അറിവ് കുറഞ്ഞ ആളല്ല, മലക്കുകളുടെ ഗുരുവാണ്. ഇബാദത്ത് കുറഞ്ഞ ആളല്ല. ആകാശഭൂമികളിൽ ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ലെന്ന് പറയപ്പെടുന്നു. അത്ര ആബിദും ആലിമുമായ ഇബ്ലീസിനെ പറ്റി അള്ളാഹ് പറഞ്ഞതെന്താ? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് അവിശ്വാസികളിൽ അകപ്പെട്ടുപോയി. എന്ത് തെറ്റാണ് ഇബ്ലീസ് ചെയ്തത്? ഫറോവ പറഞ്ഞിട്ടുണ്ട്, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ. പക്ഷേ ഇബ്ലീസിന് ഞാനൊരു കുട്ടിപ്പടച്ചവനാണെന്ന വാദം പോലും ഇല്ല. അള്ളാഹിന്റെ കൂടെ വേറെയും ധാരാളം ദൈവങ്ങളുണ്ടെന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹി അടക്കമുള്ളവർ വാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാദവും ഇബ്ലീസ് ഉന്നയിച്ചിട്ടില്ല. അള്ളാഹു തീരെ ഇല്ല എന്ന നിരീശ്വരവാദികളുടെ വാദവും ഇബ്ലീസ് ായിട്ടില്ല. അള്ളാന്റെ കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ടും എന്താ പറഞ്ഞത്? അള്ളാഹു കാന മിനൽ കാഫിരീൻ, ഓൻ ഈമാനില്ലാത്തവനാണ്. നമ്മൾ ആലോചിക്കും, ഇനി സ്വർഗവും നരകവും അതൊക്കെ ഉണ്ടോന്ന് ഞമ്മക്ക് ഇങ്ങനെ ചിലപ്പോ സംശയം തോന്നിയേക്കാം. ഇബ്ലീസിന് അതിന് അവസരമില്ല, കാരണം നേരിട്ട് കണ്ടാളാ. നമ്മൾ മലക്കുകളിൽ വിശ്വസിക്കുന്നത് കാണാതെയാണ്, ഇബ്ലീസ് കണ്ടാളാണ്. അപ്പൊ ഇബ്ലീസിന് ഈ വിശ്വാസത്തിൽ ഒന്നും ഒരു ലെവലേഷൻ തർക്കത്തിന് അവസരമില്ല. പക്ഷേ ഇബ്ലീസ് പിഴച്ചു പോകാൻ കാരണം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ധാരാളം അറിവ് കൊടുത്തു. ആ അറിവ് ഇബ്ലീസിനേക്കാൾ കൂടുതലുള്ള അറിവായി. അപ്പോൾ ഇബ്ലീസ് അടക്കമുള്ള അവരെ ശിഷ്യന്മാരായി കഴിയുന്ന അയാളുടെ ശിഷ്യന്മാരായി കഴിയുന്ന മലക്കുകളോടടക്കം സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് അതിന് തയ്യാറായില്ല. മലക്കുകൾ മുഴുവനും ചെയ്തു. അല്ലാഹ് ആദരിക്കാൻ പറഞ്ഞതിനെ നിന്ദിച്ചതാണ് ഇബ്ലീസിന്റെ ഈമാൻ ചോർന്നു പോകാൻ കാരണമെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇബ്ലീസിനെ അന്ന് ആട്ടപ്പെട്ടു, അല്ലാഹു ശപിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ പിന്നീട് വഞ്ചിച്ച് അത് കാരണമായി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ ആദം നബിന്റെ പിന്നാലെ ഭൂമിയിലേക്ക് ഇബ്ലീസിനെയും ഇറക്കപ്പെട്ടു. അന്ന് അള്ളാഹുവിനോട് അയാൾ സമ്മതം വാങ്ങി വന്നത് ഞാൻ ശപിക്കപ്പെട്ടവനാകാനുള്ള കാരണക്കാരൻ ആദമാണ്. അതുകൊണ്ട് ആദമിന്റെ സന്താന പരമ്പരയെ വഴിപഴപ്പിക്കാൻ ഖിയാമത്ത് നാൾ വരെ എനിക്ക് അവസരം തരണം. അള്ളാഹു അവസരം കൊടുത്തു. പക്ഷെ അള്ളാഹ് പറഞ്ഞു, എന്റെ മുഖലിസീങ്ങളായ അടിമകളെ നിനക്ക് കിട്ടൂല. കുറെ ആളുകൾ നിന്നെ പിന്തുടരും, അവരെയും നിന്നെയും കൊണ്ട് നിറക്കാനുള്ളതാണ് ആ പടച്ചുവെച്ച നരകം എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ഇബ്ലീസിനെ കണ്ടറിഞ്ഞത്. അന്ന് മുതൽ ഇബ്ലീസ് ദുനിയാവിൽ വന്നിട്ട് ഓന്റെ തൗഹീദിലേക്ക് ആളെ ക്ഷണിക്കാൻ. എന്താ ഇബ്ലീസിന്റെ തൗഹീദ്? അള്ളാഹ് ബഹുമാനിച്ചതിനൊന്നും ബഹുമാനിക്കാൻ പാടില്ല. അതന്നെ ഇബ്ലീസിന്റെ തൗഹീദ്. ബിദ്അത്തുകാരുടെ ഏത് വിശ്വാസം നമ്മൾ എടുത്തു നോക്കിയാലും അതെവിടെയാണ് എത്തിച്ചേരുക? അള്ളാഹ് ബഹുമാനിച്ചതിനെ നിന്ദിക്കണം എന്ന ആശയത്തിലാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏത് വിശ്വാസം എടുത്തു നോക്കിയാലും അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം എന്ന ആദർശത്തിലാണ്. ഒന്ന് മലക്കുകളുടെ ധാര, മറ്റൊന്ന് പിശാചിന്റെ റൂട്ട്. ഇത് രണ്ടും വ്യതിരിക്തമാകുന്നതാണ് നമ്മളെ വിശ്വാസം. നിങ്ങൾ നോക്കൂ, ഒന്നാമതായി നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി അവരെ അനുസ്മരിക്കുന്നു. ആ അനുസ്മരണമാണ് ചിലപ്പോ ബദർ ദിനം വരുമ്പോ ബദരീങ്ങൾ അനുസ്മരിക്കും. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ആണ്ട് വരുമ്പോ ശൈഖ് അവറുകൾ അനുസ്മരിക്കും. അള്ളാന്റെ ഹബീബിനെ എപ്പോഴും നമ്മൾ അനുസ്മരിക്കും. പ്രത്യേകിച്ച് അവിടുത്തെ ജന്മദിനം നടന്ന മാസം വരുമ്പം പ്രത്യേകിച്ച് നമ്മൾ അനുസ്മരിക്കും. ഇങ്ങനെയുള്ള എല്ലാ അനുസ്മരണങ്ങളും
പുത്തനാശയക്കാരുടെ വിശ്വാസം അനുസരിച്ച് എന്താ? അതൊക്കെ ബിദ്അത്താണ്, പാടില്ലാത്തതാണ്, ശിർക്കാണ്, കുഫ്റാണ്. ഇതാര് പഠിപ്പിച്ചതാ? അത് പിശാച് പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇതല്ല, മഹാന്മാരെ അനുസ്മരിക്കണം എന്നതാണ്. ഈ ആശയം ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ അരക്കി തുറപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ആ ഹജ്ജിനെ അല്ലാഹു എന്തിനാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അത് മഹാന്മാരുടെ സ്മരണ എന്നും നിലനിർത്തണമെന്ന് പ്രായോഗിക ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാനല്ലേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അല്ലാഹ് നമ്മളെ വിളിക്കുകയാണ്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ശാരീരിക സാമ്പത്തിക യാത്രാശേഷിയുള്ളവരെല്ലാം അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധ മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കണം. അല്ലാഹ്ക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ വിളിപ്പിച്ചിട്ട് അവിടുന്ന് നമ്മളോട് ചെയ്യിപ്പിക്കുന്ന പണിയൊന്നും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ഒന്നാമത്തെ പരിപാടി എന്താ? കാബത്തിന്റെ ചെന്നാ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹ്ക്കുള്ള ഹജ്ജാണ്. ആദ്യം തന്നെ നമ്മൾ കാബം എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ കാഴ്ചക്ക് ഭൗതികമായ അത്ര സൗന്ദര്യമൊന്നുമില്ല. കാബന്റെ സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. നമ്മളെ നാട്ടിൽ ഒരു പള്ളിന്റെ ഉഷാറൊന്നും അത് കണ്ടാൽ തോന്നൂല. ഏകദേശം ഒരു സമചതുരത്തിലുള്ള ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ അടുത്ത് എന്നാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനം അതിനെ 7 തവണ ഇങ്ങനെ പ്രദക്ഷിണം വലയം വെക്കുകയാണ്. അത് സ്രഷ്ടാവല്ല, പടച്ച റബ്ബല്ല, അതൊരു സൃഷ്ടിയാണ്. സൃഷ്ടികളെ കൂട്ടത്തിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബിയും പണിത ഒരു ഗേഹമാണ് കഅബം. ആ കഅബം എന്ന ബിൽഡിങ്ങിനെ നമ്മൾ ഇങ്ങനെ ബഹുമാന പുരസ്സരം അതിനെ വലയം വെക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടി നമ്മൾ ആദരിക്കലല്ലേ, ബഹുമാനിക്കലല്ലേ. ഇത് മാത്രം പോരാ, ഓരോ തവാഫ് തുടങ്ങുമ്പോഴും അതിന്റെ മൂലയിൽ സ്ഥാപിച്ച ഒരു കറുത്ത കല്ലുണ്ട്. സാധിക്കുന്നവർ നെറ്റിവെച്ച് ആ കല്ലൊന്ന് ചുംബിക്കണം. അതിന് കഴിയാത്തവർ കൈകൊണ്ട് തൊട്ട് ആ കൈയൊന്ന് മുത്തിമടക്കണം. ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ കയ്യിലുള്ള മുള്ളോ ടവ്വലോ എന്തെങ്കിലും ഒന്ന് അതിൽ തട്ടിച്ച് അതൊന്ന് മുത്തിമണക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതിനും സാധിക്കാത്ത വിധത്തിലുള്ള തിക്കും തിരക്കുമുണ്ടെങ്കിൽ ഒരാളെയും ശല്യപ്പെടുത്താതെ ദൂരെ ചെന്ന് ആ കല്ലിന് നേരെ ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചു ആ കൈതലം ചുംബിച്ചു സായുജ്യമടയണം. ഇത്ര കണ്ട് ഒരു കല്ലിനെ ആദരിച്ച് നമ്മൾ അതിനെ വണങ്ങുമ്പോൾ നമ്മൾ ഓർക്കുക, അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ നാട്ടിലും നമ്മൾ കാണുന്നുണ്ട്. ആരെത്തുന്ന കാണുന്നത്? ആ മുസ്ലിങ്ങളായ ആളുകൾ. നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അവരുടെ ഒരു ആരാധനാലയത്തിന്റെ മതിലുകെട്ട് കണ്ടാൽ മതി, എന്നാ അവരിങ്ങനെ കയ്യൊന്നിച്ച് അത് എത്ര സ്ഥലത്ത് അങ്ങനെ തുടങ്ങണം അല്ലേ? അത് ശിർക്കിന്റെ